കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ വിദ്യാർത്ഥിനികൾ നടന്നു പോകുന്നതിനിടെ മതിലിടിഞ്ഞു വീണ സംഭവത്തിൽ തലനാരിഴയ്ക്കാണ് 2 കുട്ടികൾ രക്ഷപ്പെട്ടത്. ആയിഷ മെഹ്റിൻ, ആയിഷ CH എന്നീ കുട്ടികൾ മദ്രസ പഠനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനിടെയായിരുന്നു അപകടം. സംഭവസ്ഥലത്ത് നിന്ന് നിഖിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ന് രാവിലെയാണ് കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ രാവിലെ 8:15 കൂടി 2 വിദ്യാർത്ഥികൾ നടന്നു പോകുന്നതിനിടെ മതിലിടിഞ്ഞു പോകുന്ന സംഭവം ഉണ്ടായത്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഞെട്ടൽ എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോഴുണ്ട്. തലനാരിഴയ്ക്കാണ് ആ 2 കുട്ടികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇക്കാര്യങ്ങൾ പുറത്തറിയുന്നത് ഇവിടെ അടുത്തുള്ള ഒരു കടയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ്. ആ കടയുടമ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. നിങ്ങൾ CCTVയിലാണ് ഈ സംഭവം കാണുന്നത് അല്ലേ? അതെ, രാവിലെ ഇങ്ങനെ സ്വാഭാവികമായിട്ടും ഫോൺ നോക്കുക, CCTV ക്യാമറ വെറുതെ നോക്കുന്ന സമയത്താണ് ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം കാണുന്നത്. ഈ അപകടം നടക്കുമ്പോൾ റോഡിലധികം ആളുണ്ടായിരുന്നില്ല. ഇല്ല, ആ സമയത്ത് പിന്നെ സ്കൂളിലേക്ക് മദ്രസ വിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പോകുന്ന 2 കുട്ടികൾ പോകുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കൂടി വൈകിയിരുന്നെങ്കിൽ മദ്രസ ഫുള്ളായിട്ട് വിട്ടിട്ട് മുഴുവൻ കുട്ടികൾ ഉണ്ടാവുമായിരുന്നു. കുറച്ച് നേരത്തെ ഇറങ്ങി 2 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടികൾ കുറച്ചും കൂടി ജാഗ്രതയുതരായി പെട്ടെന്ന് മാറിയത് കൊണ്ട് അവർ വലിയൊരു അപകടം നമുക്ക് വഴിമാറി പോകാനുണ്ട്. വലിയൊരു അപകടമാണ് ഒഴിവായത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവില്ലേ, കുട്ടികൾ ഓടുമ്പോൾ മറുവശത്തു കൂടി ഒരു വാഹനം വന്നിരുന്നെങ്കിൽ അതും വലിയൊരു അപകട സാധ്യത ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതാണ് കുട്ടിയുടെ കരുതലാണ് പ്രത്യേകം നമ്മൾ പ്രശംസിക്കേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അത് നേരെ മുന്നോട്ടാണ് കുട്ടി പോയിരുന്നെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായിരുന്നു. ആ മതിൽ പൂർണ്ണമായിട്ട് ആ കുട്ടിയുടെ ദേഹത്ത് വീഴുന്നു. കുട്ടി നേരെ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോയത് കൊണ്ടും ആ സമയത്ത് വാഹനം വരാത്തതുകൊണ്ടും വലിയൊരു അപകടമാണ് നമുക്ക് വഴിമാറിയിട്ട്. നേരത്തെ ഈ മതിലിന് എന്തെങ്കിലും ബലക്ഷയം അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല, നമ്മൾ സ്ഥിരമായിട്ട് തൊട്ടടുത്ത് തന്നെ ജനസേവന കേന്ദ്രം നിർത്തുന്ന വ്യക്തിയാണ്. സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്ന പള്ളിയുടെ മതിലാണ്. അങ്ങനെ യാതൊരു ജീർണിക്കുന്ന അവസ്ഥയും ഈ മതിലിനില്ല. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് തോന്നുന്നത് ഇത് അടുത്ത് തന്നെ ഓവുചാലാണ്. ഈ ഓവുചാലും ബസ് സ്റ്റാൻഡിന് മുതലുള്ള വെള്ളം ശക്തമായിട്ട് 3-4 ദിവസം മഴയായതുകൊണ്ട് ഒഴുകി വരുന്ന ഒരു പ്രഹരത്തിൽ സംഭവിച്ച ജീർണതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് അവർ പറയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ഈ ഇടിഞ്ഞു വീണ മണ്ണും കല്ലും എല്ലാം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഏതായാലും വലിയൊരു അപകടം ഒഴിവായതിന്റെ ആശ്വാസമാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. എന്താണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടികൾക്ക് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കേണ്ടതുണ്ട്. കാരണം അവരുടെ ആ ജാഗ്രതയും മനസാന്നിധ്യവും തന്നെയാണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ കുട്ടികളുടെ പ്രതികരണം കാണാം. മദ്രസ വിട്ട് വരുമ്പോൾ ഞാൻ ആ മതിലിൻ്റെ മിഡിലാന്നുള്ളത്. അപ്പം അന്നേരം അവിടെ ഒരു ഓവ് പോലത്തെ ഇതെല്ലാം ഉണ്ട്, വെള്ളം ഒഴുകുന്ന. അപ്പം മണ്ണിടിന്ന് കണ്ടൊരു ചെറിയൊരു സൗണ്ട് ഉണ്ടായി. ഞങ്ങൾക്ക് അന്നേരം പേടിയായി. ഞാൻ ഉടനെ റോഡ് ക്രോസ് ചെയ്തു. വണ്ടി അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ റോഡ് ക്രോസ് ചെയ്തു. ഇല്ല, എൻ്റെ മുമ്പിലുള്ളവരെല്ലാം നന്ന ദൂരത്താണ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിലുള്ളവർ എൻ്റെ നേരെ ബാക്കിലുണ്ടായില്ല. പക്ഷെ അവർ മണ്ണ് ഇത് ഇടുന്ന കണ്ട ഉടനെ തന്നെ അവിടെ ഒരു ഷോപ്പിൻ്റെ അങ്ങോട്ട് കയറി നിന്നു. ചെറിയ പേടി ഉണ്ടായി. അതെ, നമ്മൾ മദ്രസ വിട്ട് വരുമ്പോൾ മതിൽ താഴേക്ക് വീഴുന്നൊരു ശബ്ദം കേട്ടപ്പോൾ നമ്മൾ തിരിഞ്ഞ് ബാക്കോട്ടേക്ക് ഓടി. അതെ അതെ. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ നിന്നും മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.